വയനാട് ചീരാലിൽ വീണ്ടും പുലി ആക്രമണം. കുറ്റിപ്പുറത്ത് രാധാകൃഷ്ണന്റെ വീട്ടിലെ പട്ടിയെയാണ് പുലി ആക്രമിച്ചത്. 11 മണി സമയത്താണ് ഞങ്ങൾ ചെറിയ സൗണ്ട് കേട്ട് പുറത്ത് ചാടി ഇറങ്ങപ്പോഴാണ് പുലി നായനിട്ട് ഓടിയത്. നായനെ പിടിച്ച് കഴുത്തിൽ മുറിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ട് ഒരാഴ്ചയോളമായി. ഇന്ന് വരെ ആ കൂട്ടിൽ ഒരു സാധനത്തിനെ കൊണ്ടുപോയിട്ടില്ല. പുറത്തേക്ക് വന്ന് നോക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിനെല്ലാം പൈസ കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്ത് തന്നെയാലും ശരി അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അതിന് കൊണ്ടുപോയിരുന്നു. ഇവിടെ ഈ രാത്രി കുട്ടികൾ, മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ചെറിയ മക്കൾ, ഇത്രയും മക്കളുണ്ട്. ഇവർ രാവിലെയും വൈകുന്നേരം ഒക്കെ പോകുന്ന ഇതിൻ്റെ ശല്യം കൊണ്ട് ഇവിടെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുലിയുടെ ആക്രമണം അങ്ങനെ ഒരു വശത്തുണ്ട്. അതിനിടെ വയനാട് ചൂണ്ടേലിൽ കാട്ടാനയുടെ ആക്രമണവും ഉണ്ടായി. പള്ളിപ്പറമ്പിൽ ജോണിയുടെ ഓട്ടോറിക്ഷയും ബൈക്കും കാട്ടാന തകർത്തു എന്ന വിവരവും വരുന്നു. സുർജിത്ത് ഇപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഒരു വശത്ത് പുലി, ഒരു വശത്ത് കാട്ടാന, മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം. വയനാട്ടുകാരാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ് പല മേഖലകളിൽ നിന്ന്. ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയൂ. സ്മിത, ക്രിസ്റ്റീന, വലിയ പ്രതിസന്ധി വയനാടിനെ സംബന്ധിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. പ്രത്യേകിച്ച് ഈ വയനാട്, സൗത്ത് വയനാട് ഡിവിഷന് കീഴിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തുടർച്ചയായി കാട്ടാനാക്രമണം ഉണ്ടാകുന്നു. നിരന്തരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട്. അവരുടെ ഇടപെടൽ നമ്മൾ കാണുന്നുമുണ്ട്. പല സ്ഥലങ്ങളിലും മേപ്പാടി അടക്കം ആനകളെ ഓടിക്കുന്നതടക്കമുള്ള ആ ദൗത്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. മാത്രമല്ല, ഈ പുൽപ്പള്ളി ചെതലയം റേഞ്ചിന് കീഴിലുള്ള നെല്ലിയമ്പം പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും കാട്ടാന കൂട്ടത്തെ ഓടിക്കുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അത് കൃത്യമായി നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചീരാലിലാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം, അതായത് ഒരാഴ്ച മുമ്പ് ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ വീണ്ടും ഒരു വളർത്തുപട്ടിയെ പുലി ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കുറ്റിപ്പുറത്ത് രാധാകൃഷ്ണന്റെ വീട്ടിലെ പട്ടിയെയാണ് ആക്രമിച്ചത്. വീട്ടുകാർ ലൈറ്റിട്ടപ്പോൾ പുലി ഓടിപ്പോവുകയായിരുന്നു. നായയുടെ കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിരന്തരം ആക്രമണമുണ്ട്. പക്ഷേ ചില ആക്ഷേപങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ കൂട് സ്ഥാപിച്ചിരുന്നു. ആ കൂട്ടിൽ ഒരു തരത്തിലുള്ള ഇരയെയും വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ചുണ്ടേലിലാണ്. ചുണ്ടേലിൽ ചേലോട് എസ്റ്റേറ്റ് പാടിയിലാണ് ഇന്നലെ രാത്രി കാട്ടാന എത്തിയത്. പുറത്തെ അർദ്ധരാത്രി 1:30 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. പള്ളിപ്പറമ്പിൽ ജോണിയുടെ ഓട്ടോറിക്ഷയും ബൈക്കുമാണ് കാട്ടാന തകർത്തിരിക്കുന്നത്. ആന ഓടിച്ചതിനെ തുടർന്ന് വീണ് ഒരാൾക്ക് പരിക്കുണ്ട്. അദ്ദേഹം അറക്കൽ ഷാജി എന്ന തോമസിനാണ് കാൽമുട്ടിന് പരിക്കേറ്റിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ചുണ്ടേൽ പട്ടണത്തിലടക്കം കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ചേലോട് എസ്റ്റേറ്റിൽ 2 ആനകളാണ് പാടിക്ക് സമീപം ഇറങ്ങിയത്. സ്മിത, ക്രിസ്റ്റീന.